ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ദൈവവിശ്വാസം നഷ്ടപ്പെടുകയും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായി മാറുകയും ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആണ് കമ്മ്യൂണിസം റഷ്യയിൽ തകർന്നു പോയത്. ആ സമയത്ത് വീണ്ടും ഞാനൊരു വിശ്വാസ പ്രതിസന്ധിയിലായി. ആ സമയത്താണ് ജീസുത്തായ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം എനിക്ക് ഒരു ക്രിസ്തീയ വിശ്വാസം ലഭിക്കുന്നത്. നൊയമ്പ് കാലത്ത് എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ 40 ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ഞാൻ ആരംഭിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞുള്ള മൺഡേ ഞാൻ ഓർത്തു ഇനിയിപ്പം എല്ലാ ദിവസവും ഒന്നും കുർബാനയ്ക്ക് പോകണ്ടല്ലോ എന്നോർത്ത് ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. അപ്പം കുർബാനയുടെ സമയമായപ്പോൾ ഞാൻ കണ്ണു തുറന്നപ്പോൾ എൻ്റെ കട്ടിലിൻ്റെ കാൽക്കൽ ഒരാളിരിക്കുന്നു. അത് ഈശോ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു, ഈശോയെ നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? അപ്പം ഈശോ എന്നോട് ചോദിച്ചു, നീ എല്ലാ ദിവസവും പള്ളി വരുന്നുണ്ടായിരുന്നല്ലോ, ഇന്നെന്താ വരാത്തെ? ഞാൻ പറഞ്ഞു, കർത്താവേ അതിനിപ്പം നൊയമ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഞാൻ ഈ വെള്ളി ശനി ഞായറൊക്കെ വന്നാൽ പോരെ? അപ്പോൾ ഈശോ എന്നെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ഈ ഞാനല്ലേ എല്ലാ ദിവസവും പള്ളിയിൽ ആൾത്താരയിൽ വിശുദ്ധ കുർബാനയിൽ വരുന്നത്, എന്നെ നിനക്ക് കാണണ്ടേ? ഞാൻ പറഞ്ഞു, ഓ കർത്താവ് ഉറപ്പായും എനിക്ക് കാണണം, ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പള്ളിയിലോട്ട് ഓടി. ഇത് 1995 ഈസ്റ്റർ മൺഡേയാണ് സംഭവിക്കുന്നത്. അന്ന് തുടങ്ങി ഇന്ന് വരെ ഒറ്റ ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നത് മുടക്കിയിട്ടില്ല. കാരണം കർത്താവിന് എന്നെ കാണണമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പോകും. എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല.